ISLുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വരുവാനായിട്ട് പോകുന്ന ISL സീസണ് മുന്നോടിയായിട്ട് മിക്ക ISL ടീമുകളും താരങ്ങളെ നിലവിൽ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അമീർ റാണാവഡെ എന്ന് പറയുന്ന താരത്തെ ഒഡീഷയിൽ നിന്നും 5 വർഷ കോൺട്രാക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു പല താരങ്ങളുമായിട്ട് ചർച്ചകളിലായിരുന്നു എന്ന തരത്തിലും വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിനാൽ തന്നെ ISL വരുവാനായിട്ട് പോകുന്ന ISLൻ്റെ 12ാം സീസൺ നടക്കുമെന്നൊരു കാര്യം ഏകദേശം ഉറപ്പാണെങ്കിൽ പോലും അതിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിലവിൽ ആരാധകർക്ക് സംശയമുള്ളത്. ഇനി ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടും ആരാധകർക്ക് സംശയമുണ്ട്. കണ്ടതിന് അറിയേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞു പോയൊരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മിന്നിത്തിളങ്ങിയ യുവതാരമാണ് കോറു സിംഗ് എന്ന് പറയുന്നത്. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു പോയ ഒരു ISL സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അറ്റാക്കിങ്ങിൽ അദ്ദേഹം എന്ന് പറയുന്നത്, അതായത് കോറു സിംഗ് എന്ന് പറയുന്നത്. അരങ്ങേറ്റ മത്സരം തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഒരു മെയിൻ ഘടകമായി തന്നെയായിരുന്നു കഴിഞ്ഞു പോയ ISL സീസണിൽ അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് വളരെയധികം ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെയധികം യങ് താരമായിട്ട് പോലും ഇത്രയും മികച്ച പ്രകടനം ഇദ്ദേഹം കാഴ്ചവെച്ചതിനാൽ തന്നെ ഇദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വരുവാനായിട്ട് പോകുന്ന ISL സീസണിലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമാത്രമല്ല 2029 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു കോൺട്രാക്റ്റ് തന്നെ ഇദ്ദേഹത്തിന് നൽകുന്നൊരു കാഴ്ച, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നൽകുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിനു പുറമെ ഇദ്ദേഹത്തിന് പകരം എന്ന പോലെ തന്നെ ഒരു പുതിയൊരു യങ് താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിലവിൽ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിനും 18 വയസ്സ് മാത്രമാണ് പ്രായം വരുന്നത്. ഇദ്ദേഹത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെൻറ്റ് ടീമിലേക്ക് എത്തിക്കുന്നത് ക്ലാസിക് ഫുട്ബോൾ അക്കാഡമിയിൽ നിന്നാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള മണിപ്പൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അണ്ടർ-19 സാഫ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞു പോയ തവണ ജയിച്ചപ്പോൾ ഇദ്ദേഹം ആ ഒരു ടീമിലെ അംഗമായിരുന്നു. ഇദ്ദേഹം ഒരു സെൻട്രൽ ബാക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞു പോയ ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രമാണ് ഡിഫൻസിൽ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡേഴ്സ് തൊട്ട് ഒരു ഡിഫൻഡേഴ്സിനും ആ ഒരു ക്വാളിറ്റി കഴിഞ്ഞു പോയ ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വരുവാനായിട്ട് പോകുന്ന ISL സീസണ് മുന്നോടിയായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൃത്യമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലേക്ക് നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ AIFFൻ്റെ അണ്ടർ-17 യൂത്ത് അക്കാഡമിയിലും ഇദ്ദേഹം ഉണ്ടായിരുന്നൊരു വാർത്തയും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർക്കസ് മൃഗലാവ് എന്ന് പറയുന്ന പ്രശസ്ത സ്പോർട്സ് ജേർണൽസാണ്. അതിനാൽ തന്നെ ഈ ഒരു വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് തന്നെയാണ്. അതിനാൽ തന്നെ ഈ ഒരു വാർത്ത നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ സുമിത് ശർമ്മ എന്ന് പറയുന്ന ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിനാൽ തന്നെ വളരെ മികച്ചൊരു പഠനം ഇദ്ദേഹത്തിന് വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കാഴ്ചവെക്കൊണ്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കഴിയുന്നതാണ്. അതെല്ലാം പുറമെ ഇദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.